ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലാസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സോളിഡ്സ് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ക്രിസ്റ്റലൈനും പിന്നെ മറ്റേതെന്ന് പറയുന്നത് നോൺ ക്രിസ്റ്റലൈൻ ആയിരിക്കും. ക്രിസ്റ്റലൈൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3D സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അതേസമയം നോൺ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ്സിൻ്റെ കേസിൽ അവരെ നമ്മൾ അമോർഫസ് സോളിഡ്സ് എന്നും വിളിക്കും. അതിൻ്റെ കേസിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് റെഗുലർ പാറ്റേൺ ആയിരിക്കില്ല വരുന്നുണ്ടാവുക. അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു നോൺ ക്രിസ്റ്റലൈൻ ആണ്, അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് ആണ്. അത് പ്യുവർലി സോളിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്യുവർലി ലിക്വിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഗ്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്, ട്രാൻസ്പെറൻറ്റ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഹാർഡ്നെസ് ഉണ്ട്, പക്ഷെ അത് ബ്രിട്ടിലും ആണ്. പിന്നെ മിക്ക കെമിക്കൽസുമായിട്ടും ഇനേർട്ടാണ്. ഇത്രയൊക്കെയാണ് ഗ്ലാസിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഗ്ലാസസ് ആണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസസ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ച് പലതരം ഗ്ലാസ്സുകളുണ്ട്. നമുക്ക് പല ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഗ്ലാസ് സോഡ ലൈം ഗ്ലാസ് ആണ്. പിന്നെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ്. പിന്നെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, കളേർഡ് ഗ്ലാസസ് ഉണ്ട്, ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് സോഡ ലൈം ഗ്ലാസ് നോക്കാം. സോഡ ലൈം ഗ്ലാസിന്റെ കേസിലെ കോമ്പോസിഷൻ വരുന്നത് മെയിൻ ആയിട്ടുള്ളത് സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, അലുമിന തുടങ്ങിയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസിൽ. ഏറ്റവും മേജർ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്ക ഒരു 70 to 75% എന്ന് പറയുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം തന്നെ നമ്മുടെ സിലിക്കയാണ് വരുന്നത്. പിന്നെ ഒരു 12 to 15% സോഡിയം ഓക്സൈഡും 10 to 12% കാൽസ്യം ഓക്സൈഡും വരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ 1 to 2% മാത്രം അലുമിനിയം വരുന്നുണ്ട്. പിന്നെ കുറച്ച് മഗ്നീഷ്യം അലുമിനിയം കോമ്പൗണ്ട്സിന്റെ ട്രേസസും ഉണ്ടാവും. ഇതാണ് അപ്പോൾ സോഡ ലൈം ഗ്ലാസിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന്റെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയതുകൊണ്ട് തന്നെ അത് മോൾഡ് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, വൈഡ്ലി യൂസ് ചെയ്യുന്ന, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അത് നമുക്ക് അഫോർഡബിൾ ആണ്, അത് വൈഡ്ലി അവൈലബിളും ആണ്. ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒപ്റ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്, കാരണം നമ്മൾ വിൻഡോസിൽ, അതുപോലെ ജാർസ്, കണ്ടെയ്നേഴ്സ്, അതിൻ്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ കൂടെ നോക്കുകയാണെങ്കിൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഒപ്റ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്, അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഹാർഡാണ്, പക്ഷേ ബ്രിട്ടിലും ആണെന്ന് നമ്മൾ പറഞ്ഞു, അതൊരു പോയിന്റ് ആണ്. പിന്നെ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു സ്ക്രാച്ചിങ്. നമ്മൾ ഫിംഗർ നെയിൽസ് വെച്ച് സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിലും പെട്ടെന്ന് സ്ക്രാച്ചസ് ഒന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് അതും ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കെമിക്കലി ഇനേർട്ട് ആണെന്നുള്ളത്. അത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഒഴിച്ച് ബാക്കിയുള്ള കെമിക്കൽസ്, മോസ്റ്റ്ലി എല്ലാ കെമിക്കൽസും ആയിട്ടും റെസിസ്റ്റൻ്റ് ആണ്. ഹൈ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ടെമ്പറേച്ചർ മാറുമ്പോൾ, അതായത് ഇൻക്രീസ് ചെയ്യുമ്പോൾ, പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാക്സ് ഒക്കെ വീഴും. അതിനെയാണ് നമ്മൾ തെർമൽ ഷോക്ക് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്രാക്സ് ഒക്കെ വീഴുന്നതിന്. അപ്പോൾ ഇതിന് ഹൈ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പ്രോൺ ടു തെർമൽ ഷോക്ക്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൻഡോസ്, ഡോർസ്, ഒപ്റ്റിക്കൽ ആണെന്നുള്ള പോയിന്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൻഡോസ്, ഡോർസ്, അതുപോലെ മിറേഴ്സ്, ഇതൊക്കെ നമ്മൾ സാധാരണ ആർക്കിടെക്ചറൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടെയ്നേഴ്സ്, ജാർസ്, ബീവറേജസ്, ഫുഡ്സ്, കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ ലൈറ്റ് ബൾബിൻ്റെ ഒക്കെ നമ്മൾ ഗ്ലാസ്, അതിൻ്റെയൊക്കെ നമ്മൾ സോഡ ലൈം ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എവറിഡേ ഗ്ലാസ് വയേഴ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും ഈ പറഞ്ഞ പോലെ സോഡ ലൈം ഗ്ലാസ് വെച്ചിട്ടാണ്.
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? സേഫ്റ്റിക്കാണ്. അതായത് ക്രാക്ക് ഷാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇഞ്ചുറി റിസ്ക് കുറയ്ക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ സേഫ്റ്റി ഗ്ലാസ്സസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അതിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് സേഫ്റ്റി ഗ്ലാസ്സസ് ആണ് വരുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ടെമ്പേർഡ് അല്ലെങ്കിൽ ടഫ് ആൻഡ് ഗ്ലാസ്. ഈ ടെമ്പേർഡ് ഓർ ടഫ് ആൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് ആൻഡ് റാപ്പിഡ്ലി കൂളിംഗ്. പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രോങ്ങറും ആവും, അതുപോലെ ഷാറ്റർ റെസിസ്റ്റന്റും ആവും. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താണ് ബ്ലണ്ട് മീൻസ് ഷാർപ്പ് എഡ്ജസ് അല്ലാത്ത അങ്ങനെയുള്ള ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുള്ളൂ. ഷാർപ്പ് പീസസിന് പകരം ചെറിയ ഷാർപ്പ് അല്ലാത്ത ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മുടെ ടെമ്പേർഡ് അല്ലെങ്കിൽ ടഫ് ആൻഡ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക. അടുത്ത ടൈപ്പ് ഓഫ് സേഫ്റ്റി ഗ്ലാസ് ആണ് ലാമിനേറ്റഡ് ഗ്ലാസ്. ലാമിനേറ്റഡ് ഗ്ലാസിന്റെ കേസിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയേഴ്സ് ഓഫ് ഗ്ലാസ്, ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ ഇതും ഗ്ലാസ് ആണ്, ഇതും ഗ്ലാസ് ആണ്. അതിന്റെ ഇടയിൽ ഒരു PVB ലെയർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, PVB ഇന്റർ ലെയർ. PVBയുടെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കണം, പോളിവിനൈൽ ബ്യൂട്ടിറാൾ ആണ്. പോളിവിനൈൽ ബ്യൂട്ടിറാളിന്റെ അതൊരു പ്ലാസ്റ്റിക് ഇന്റർ ലെയർ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ലെയേഴ്സ് ഓഫ് ഗ്ലാസസിനെ ബോണ്ട് ചെയ്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഗ്ലാസ്സിനെയാണ് നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസസ് എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ എന്താണ് സേഫ്റ്റി ഗ്ലാസ്സിൽ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഷാർപ്പ് പീസസിന് കാരണമുള്ള ഇഞ്ചുറി അങ്ങനത്തെ ഇമ്പാക്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസസ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് വയർ മെഷ് ഗ്ലാസ്. മെറ്റൽ വയർ മെഷ് എംബഡഡ് ആയിരിക്കും, അത് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി കൂട്ടും. അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫയർ റേറ്റഡ് ഡോസിന്റെ കേസിലും വിൻഡോസിന്റെ കേസിലൊക്കെയാണ്. അതിൻ്റെ ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 3 ടൈപ്പ് ഓഫ് സേഫ്റ്റി ഗ്ലാസസ് നമ്മൾ പറഞ്ഞു. നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. 4 to 5 ടൈംസ് സ്ട്രോങ്ങർ ആണ് റെഗുലർ ഗ്ലാസിനേക്കാളും. അതുപോലെ തന്നെ ലാമിനേറ്റഡ് ഗ്ലാസ് ആണെങ്കിൽ, അതായത് എന്താണ് ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? PVB ലെയർ ഇന്റർ ലെയർ ആയിട്ട് വരുന്നത്. അതിന്റെ കേസിൽ എന്താണ് ബ്രേക്ക് ചെയ്താലും, അതായത് പൊട്ടിക്കഴിഞ്ഞാലും ഈ ഇഞ്ചുറി റിസ്ക് എല്ലാം റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിന് സേഫ്റ്റി ഗ്ലാസ് എന്നുള്ള പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് തെർമൽ റെസിസ്റ്റൻസ്, കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചർസ് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് ഈ സേഫ്റ്റി ഗ്ലാസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ്സിൽ നോക്കുകയാണെങ്കിൽ കാർ വിൻഡോസിന്റെ കേസിൽ, അതുപോലെ വിൻഡ്ഷീൽഡ്സിന്റെ കേസിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സേഫ്റ്റി ഗ്ലാസ് ആണ്. പിന്നെ ആർക്കിടെക്ചറൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബിൽഡിംഗ് ഫക്കേറ്റ്സിൽ, സ്കൈലൈറ്റ്സിൽ, അതുപോലെ ഗ്ലാസ് ഡോഴ്സിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യും സേഫ്റ്റി ഗ്ലാസസ്. പിന്നെ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സിന്റെ കേസിൽ, അതായത് ബാങ്ക്, എയർപോർട്ട്, അതുപോലെയുള്ള സെക്യൂരിറ്റി സെൻസിറ്റീവ് ഏരിയാസിന്റെ ഒക്കെ കേസിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈ സേഫ്റ്റി ഗ്ലാസ് ആയിരിക്കും. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അതിന്റെ കോമ്പോസിഷൻ സിലിക്ക നേരത്തെ പോലെ തന്നെ ഏറ്റവും മേജർ കമ്പോണന്റ് ആണ്. 70 to 80% സിലിക്കയാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം ഓക്സൈഡ് ഉണ്ട്, ഇവിടെ പൊട്ടാസ്യം ഓക്സൈഡും ഉണ്ടാവാം, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഓക്സൈഡ്, പിന്നെ അലുമിനിയം ഉണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ഉള്ളത് എന്ന് പറയുന്നത് എന്താണ്? ബോറിക് ഓക്സൈഡ് ആണ്, B2O3. ബോറിക് ഓക്സൈഡ് 7 to 13% ബോറിക് ഓക്സൈഡ് ഉണ്ട്. ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്റെ കോമ്പോസിഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണ്, അതായത് തെർമൽ ഷോക്കിന് റെസിസ്റ്റന്റ് ആണെന്നാണ് മീനിങ്. തെർമലി സ്റ്റേബിൾ ആണ്. കെമിക്കൽ റിയാക്ഷൻസ് നോക്കുകയാണെങ്കിലും കെമിക്കലി ഇനേർട്ട് ആണ്. ഹൈലി റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഇതിനോടൊക്കെ, ആസിഡ്സ്, ബേസസ്, അതുപോലെ ഏത് കെമിക്കൽസ് ആയാലും എക്സെപ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഒഴിച്ച് ബാക്കി എല്ലാ ആസിഡ്സും ബേസും ഒക്കെ ആയിട്ട് ഹൈലി ഇനേർട്ട് ആണ്. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം, നമ്മുടെ ലബോറട്ടറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസസ്, അതായത് ബീക്കറിനും അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ്, അതിനുള്ള ഗ്ലാസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നത് എന്തായിരിക്കും? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അപ്ലിക്കേഷൻസിൽ അത് വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഡ്യൂറബിലിറ്റി, ഹൈലി ഡ്യൂറബിൾ ആണ്, സ്ട്രോങ്ങും ആണ്, ഹാർഷ് എൻവയോൺമെന്റ്സിന് സ്യൂട്ടബിളും ആണ്. ആപ്ലിക്കേഷൻസ് ഇതാ വരുന്നു.
ലബോറട്ടറി ഗ്ലാസ് വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ബീക്കേഴ്സ്, ടെസ്റ്റ് ട്യൂബ്സ്, അതർ ലാബ് എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. പിന്നെ നമ്മൾ ഹീറ്റ് റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഷസിന്റെ കണ്ടെയ്നേഴ്സിന്റെ ഒക്കെ ഗ്ലാസ് കൊണ്ടുള്ള ലിഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓപ്റ്റിക്സിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് കളേർഡ് ഗ്ലാസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് വഴി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് നമുക്ക് കിട്ടും. ഓരോ ഗ്ലാസിന്റെ കളേഴ്സ് അത് നമ്മൾ കൂടുതലും ഡെക്കറേഷന് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ്, ഏതൊക്കെ ഓക്സൈഡ് കൊടുക്കുമ്പോഴാണ് ഏതൊക്കെ കളേഴ്സ് ആണ് നമുക്ക് വരുന്നതെന്ന്. അപ്പൊ മെറ്റാലിക് ഓക്സൈഡ്സ് ആഡ് ചെയ്തിട്ട് വേരിയസ് കളേഴ്സ് ഗ്ലാസ്സിന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കളേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. കൊബാൾട്ട് ഓക്സൈഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ബ്ലൂ കളർ കിട്ടും. ക്രോമിയം ഓക്സൈഡ് ആണെങ്കിൽ ഗ്രീൻ ആണ്. മാംഗനീസ് ഓക്സൈഡ് പർപ്പിൾ ഓർ പിങ്ക് ആണ്. അയൺ ഓക്സൈഡ് ബ്രൗൺ ഓർ ആംബർ കളറാണ്. ഗോൾഡിന് റെഡ് കളറാണ് വരിക. പിന്നെ വരുന്ന അതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഡെക്കറേറ്റീവിനായിരിക്കും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ആർട്ടില്, അതുപോലെ ആർക്കിടെക്ചറിന്റെ കേസിൽ, പാക്കേജിങ്ങിന്റെ കേസിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ ഹൈ ട്രാൻസ്പെറൻസി ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ് UV ലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ചർച്ചസ്, കത്തീഡ്രൽസിലൊക്കെ ഉള്ള ഗ്ലാസ് വിൻഡോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പലതരം പെയിന്റിങ് ഉള്ള പോലത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്തായാലും വരും. നമ്മൾ പറഞ്ഞിരുന്നു കളേർഡ് ഗ്ലാസസിൽ. അപ്പൊ ഡെക്കറേറ്റീവ് ഐറ്റംസിന് വേണ്ടി യൂസ് ചെയ്യാം. ഗ്ലാസ് വയേഴ്സോ അല്ലെങ്കിൽ ഓർണമെന്റ്സോ വേസസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വരാം. പിന്നെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് ബീവറേജസ്, കോസ്മെറ്റിക്സ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന ബോട്ടിൽസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്പെസിഫിക് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന തരത്തിൽ ഒപ്റ്റിക്കൽ ഫിൽറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇനി ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസും കൂടിയാണ് ഉള്ളത്, ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ആണ്. ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. These are silica-based glasses which contains trace amounts of silver and other sensitizing agents, including silver halides. ഈ സിൽവർ ഹാലൈറ്റ്സ് എന്ത് ചെയ്യും, അൾട്രാ വയലറ്റ് റേസിനോട് അല്ലെങ്കിൽ സ്പെസിഫിക് റേഡിയേഷനോട് റെസ്പോണ്ട് ചെയ്ത് കളർ ചേഞ്ചോ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ്, ലൈറ്റ് വരുന്നതിനനുസരിച്ച് സെൻസ് ചെയ്ത് ചേഞ്ചസ് വരുന്ന ഗ്ലാസ് എന്നുള്ള രീതിയിൽ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിൽവർ ട്രേസസ് ഉണ്ടായിരിക്കും. സെൻസിറ്റൈസിങ് ഏജൻസ് ആയിട്ട് സിൽവർ ഹാലൈറ്റ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അപ്പൊ ഇത് UV റേഡിയേഷൻസിന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതായിരിക്കാം. അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ വരുന്നത് ലൈറ്റ് സെൻസിറ്റിവിറ്റി ആണ്. UV റേഡിയേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കൊടുക്കുമ്പോഴോ അതിന് കളറും ഒപ്പാസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസിന്റെ ഒരു പ്രത്യേകതയാണ്. പാറ്റേണിങ് കാപ്പബിലിറ്റി ഉണ്ട്. സെലക്റ്റീവ്ലി എക്സ്പോസ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോളോഗ്രാംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർമനന്റ് ഡിസൈൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ആണ്. അതിൻ്റെ അപ്ലിക്കേഷൻസ് ഓർത്ത് വെക്കേണ്ട. ഹോളോഗ്രഫി എന്തായാലും ഓർത്ത് വെക്കുക. ഹോളോഗ്രഫിക് ഇമേജസിന്റെ ക്രിയേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ആർട്ട് ആൻഡ് ഡെക്കറേഷൻ വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ആർക്കിടെക്ചറൽ എലമെന്റ്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒപ്റ്റിക്കൽ ലെൻസ്, പിന്നെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ ഇതാണ് ഗ്ലാസസിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന പോയിന്റ്സ്. ടൈപ്സ് ഓഫ് ഗ്ലാസസും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫോർ നൗ.